മലപ്പുറം താനൂർ ബോട്ട് അപകടത്തിൽ ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ തെളിവെടുപ്പ് ആരംഭിച്ചു. അപകടത്തിൽ മകളെ നഷ്ടമായ നിഹാസ് ഫരീദ ദമ്പതികൾ കമ്മീഷൻ മുൻപിൽ ഹാജരായി. അപകടത്തിന് കാരണക്കാരായവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് നിഹാസും കുടുംബവും കമ്മീഷന് മുൻപാകെ ആവശ്യപ്പെട്ടു. 2023 മെയ് 7-നുണ്ടായ താനൂർ ബോട്ടപകടത്തിൽ 22 പേരാണ് മരിച്ചത്. ദുരന്തത്തിൽ മലപ്പുറം സ്വദേശികളായ നിഹാസ് ഫരീദ ദമ്പതികൾക്ക് 7 വയസ്സുള്ള മകളെ നഷ്ടമായി. പണം മാത്രം ലക്ഷ്യമിട്ട് ബോട്ടുടമയും അതിന് അനുമതി നൽകിയ പ്രാദേശിക ഭരണകൂടങ്ങളും സൃഷ്ടിച്ചതാണ് ഈ ദുരന്തമെന്ന് നിഹാസ് പറയുന്നു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തെളിവുകൾ കമ്മീഷന് നൽകിയതായും നിഹാസ് കൂട്ടിച്ചേർത്തു. ഈ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, ലൈസൻസ് ഇല്ല. വണ്ടി ഓട്ടുന്ന സ്രാങ്കിന് ലൈസൻസ് ഇല്ല. വണ്ടിൻ്റെ തുഴക്കാരനാവുന്ന ലാസ്കർ, ഇവന്മാർക്ക് ലാസ്കർ ലൈസൻസ് ഇല്ല. ഒരു സാധനമില്ലാത്ത ഈ ഒരു ബോട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരാഴ്ച മുമ്പ് നമ്മുടെ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇത്രയും പബ്ലിക്കായിട്ട് ഓടിയത്? അനധികൃത ഭാഗത്തു നിന്നുള്ള രൂക്ഷമായിട്ടുള്ള മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ആളുകളെ കുത്തിക്കയറ്റി സർവീസ് നടത്തിയ ബോട്ടിൽ സുരക്ഷയ്ക്കുള്ള സേഫ് ജാക്കറ്റ് ആർക്കും നൽകാതിരുന്നത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നും നിഹാസ് കമ്മീഷനോട് വിശദമാക്കി. അപകടത്തിന് കാരണക്കാരായവർക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിയമ പോരാട്ടത്തിലാണെന്നും നിഹാസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. എൻ്റെ മോളടക്കമുള്ള 22 ആളുകൾ മരണപ്പെട്ടതിന് കാരണക്കാരായ ബോട്ട് ഡ്രൈവറും അതിൽ ബന്ധപ്പെട്ട ജീവനക്കാരും അതിൻ്റെ മുതലാളിയും തൂക്കിക്കൊല്ലുന്നത് വരെ പരമാവധി ശിക്ഷ എന്താണ് നീതിപീഠം കിട്ടുന്നത് അതുവരെ അതിൻ്റെ പിന്നിൽ ഞാനും ഭാര്യ ഉണ്ടാവും. ഞങ്ങൾക്ക് ആകെയുള്ളൊരു മോളാണ്. ഞങ്ങൾ വിടൂല. കാരണം നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. തിരൂർ സർക്കാർ ഗസ്റ്റ് ഹൌസിൽ പ്രത്യേകം തയ്യാറാക്കിയ വിചാരണാ ഹാളിലാണ് ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. 103 സാക്ഷികളിൽ നിന്ന് കമ്മീഷൻ തെളിവുകൾ ശേഖരിക്കും. ജനുവരി 21-ന് ആരംഭിച്ച തെളിവെടുപ്പ് 30 വരെ നീളും. ന്യൂസ് മലയാളം, മലപ്പുറം.